കേട്ട വചനങ്ങള് നമുക്ക് വളരെ ഉത്തേജനം നൽകുന്നതായിരിക്കണം. കാരണം നമ്മള് അടച്ചിട്ടിരിക്കുന്ന ഒരു പ്രകൃതമാണ് നമുക്കുള്ളത്. എന്നാൽ അവസരം വരുമ്പോ നമ്മള് കർത്താവിന് വേണ്ടി നിൽക്കാൻ നമ്മൾ ധൈര്യം എടുക്കേണ്ട ആവശ്യമുണ്ട്. ധൈര്യം എടുക്കുകയും കർത്താവിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ശിഷ്യന്മാരെ അങ്ങനെയാണ് കർത്താവ് വളർത്തിക്കൊണ്ടുവന്നത്. കർത്താവ് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശിഷ്യന്മാരെല്ലാവരും പേടിച്ചു. ഇനി തങ്ങളോട് എന്താ ചെയ്യാൻ പോകുന്നേ? അവരുടെ നേതാവിനെ ക്രൂശിച്ചു. നേതാവിനെ ക്രൂശിച്ചെങ്കിൽ താഴെയുള്ളവർക്കും ഈ ക്രൂശ് തന്നെ കൊടുക്കും. അവർക്കറിയാം, യഹൂദന്മാരുടെ സ്വഭാവം അവർക്കറിയാം. യേശുവിന്റെ ശിഷ്യന്മാരെ ഒരുപോലെ നശിപ്പിക്കണമെന്നാണ് അവര് ആഗ്രഹിച്ചത്. എന്നാല് കർത്താവ് അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുവന്നു. എത്രമാത്രം സങ്കുചിതമായ ആ രീതിയിലായിരുന്ന ശിഷ്യന്മാരെ അവരെ വളരെ ബസ്റ്റിംഗ് ആക്കി കൊണ്ടുവന്നു. അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. അവർക്കിപ്പോ ധൈര്യമാണ്. ഇപ്പോ കർത്താവിനെ ഉയർത്തി പറയുവാൻ തക്കൊണ്ട് അവർക്ക് ധൈര്യമാണ്. കാരണം കർത്താവ് അവർക്ക് എല്ലാം ഇപ്പോഴും. അവർക്ക് മരണത്തെ കുറിച്ച് ഒരു ഭയമേ ഇല്ല. അവർ പേടിച്ചിരിക്കുന്ന അല്ലേ? അവര് മുറിയടച്ച് വാതിലടച്ച് ഭയപ്പെട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് കർത്താവ് വന്നിട്ട് അവരെ ബലപ്പെടുത്തുന്നത്. അങ്ങനെ കർത്താവ് അവരെ ആ 40 ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഉള്ള 40 ദിവസം കൊണ്ട് കർത്താവ് അവരെ വളരെയധികം ബലപ്പെടുത്തി. ആ നേരത്തെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരാണോ ഇവര്? അവരെ കുറിച്ച് പറയുന്നത് എന്താണ്? അവര് ഭൂലോകം മറിച്ചിടുന്നവര്, നേരെ ഇരുന്ന ഭൂലോകത്തെ മറിച്ചിടുന്നവരായിത്തീരുന്നു. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് പ്രവൃത്തിയാണ് ആ ശിഷ്യന്മാരിൽ കൂടെ നടന്നത്? ആ ധൈര്യത്തിലേക്ക് പരിശുദ്ധാത്മാവരെ കൊണ്ടുവരികയാണ്. യേശുക്രിസ്തു മരിച്ചതോടുകൂടി, അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയതോടുകൂടി അവർക്ക് പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ലഭിച്ചു. പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ലഭിച്ചപ്പോ പരിശുദ്ധാത്മാവ് എപ്പോഴും അവരുടെ കൂടെയാണ്. അപ്പോ അവർക്ക് ധാരാളം ശക്തി ഉണ്ടായി. നമ്മളെ സംബന്ധിച്ചും ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. നമ്മളിത് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയാണോ? അതോ ധൈര്യത്തോടെ പുറത്തേക്ക് വരുവോ? പരിശുദ്ധാത്മാവിനെ നമ്മളെ സഹായിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവന്റെ വചനങ്ങൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറാണോ? അങ്ങനെ ആ കർത്താവിന്റെ വചനങ്ങളെ അനുസരിച്ച്, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ നമ്മള് ധൈര്യപൂർവം നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് കഴിയും. കർത്താവിന് വേണ്ടി നിൽക്കുക. പലർക്കും കർത്താവിനെ കുറിച്ച് പറയാൻ വലിയ നാണമാണ്, മടിയാണ്. എന്തുവാ, നിങ്ങളുടെ വലിയ നേതാവ് അത് ക്രൂശിച്ചില്ലേ? എന്നാ ആ ക്രൂശിച്ച കാര്യം അവരറിയുന്നുണ്ട്. പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റത് അവരറിയുന്നില്ല. ക്രൂശിച്ച കർത്താവിനെ അല്ല നമ്മള് പറയുന്നത്,
നമ്മൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നമ്മൾ പറയേണ്ടത്. ആ ധൈര്യത്തിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോ നമുക്ക് ധൈര്യവും തൻ്റെ ഇടവും ഉണ്ടാകും. നമുക്ക് യേശുവിനെ കുറിച്ച് പറയുന്നതിന് ഒരു 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 നാണമില്ലാതെ നമുക്ക് പറയാനായിട്ട് കഴിയും. നമുക്ക് ആ കർത്താവ് നമുക്ക് ആശ്വാസവും സമാധാനവും എല്ലാം തരാൻ മതിയായ ദൈവമാണ്. നമുക്ക് നമ്മുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നമ്മളെ വിട്ട് ഓടിപ്പോവും ഈ കർത്താവിന്റെ കാൽക്കൽ നമ്മൾ വീണാല്. നമുക്ക് കർത്താവിന്റെ കാൽക്കൽ വീണ്, കർത്താവെ നിന്റെ വിശ്വസ്ത സാക്ഷിയായി നിൽക്കാനായിട്ട് ഞാൻ എന്നെ തരുന്നു എന്ന് നമുക്ക് പറയണം. എന്ന് പറയല്ല, അങ്ങനെ ചെയ്യണം. നമ്മൾ അവിടെയാണ് നമ്മുടെ കർത്താവിന്റെ നാമം ഉയരുന്നത്. കർത്താവിന്റെ നാമം ഉയർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ കർത്താവിന്റെ വിശ്വസ്ത സാക്ഷികളായിട്ട് നിൽക്കണം. ഒരു നാണക്കേടും നമുക്കുണ്ടാകരുത്. ഈ കർത്താവിനെ കുറിച്ച് പറയുന്നതിന് ഒരു നാണക്കേടും ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം അവൻ സകലത്തിനും മതിയായവനാണ്. യഹൂദന്മാർ വിചാരിച്ചത് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത് കൊണ്ട് അവരുടെ പ്രശ്നം അവിടെ വെച്ച് തീർന്നെന്നാ അവർ വിചാരിച്ചത്. അവരുടെ പ്രയാസം മാറുമായിരുന്നോ? അവർ വിചാരിച്ച റിസൾട്ടാണോ ഉണ്ടായത് ക്രൂശിച്ചത് കൊണ്ട്? അല്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയിൽ കല്ലറയെ ഭേദിച്ച് അവൻ എഴുന്നേറ്റ ശേഷം അവൻ വളരെ ശക്തനായി. ആ ശക്തനായ കർത്താവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ശക്തനാണ്. നമുക്ക് ശക്തിയോടെ നമുക്ക് നിൽക്കാം. ഈ കർത്താവ് നമ്മളെ എല്ലാവരെയും ശക്തിപ്പെടുത്തും, അനുഗ്രഹിക്കും, സഹായിക്കും. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കേട്ടപ്പോ നമ്മൾ ആദ്യം മേഴ്സി സീറ്റിന്റെ കാര്യം പറഞ്ഞു. എനിക്ക് പലപ്പോഴും ഈ വേദോത്സവം സമയത്ത് പറഞ്ഞ വേദോത്സവം എന്തിനാണ് നമ്മൾ വേദോത്സവം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് സിസ്റ്റർ ഒരു പോട്ട് ഷെയർ ചെയ്ത് പറഞ്ഞു. ഫെയ്ത്ത്, വിശ്വാസം വരുന്നത് കേൾവിയാലാണ്. നമുക്ക് ഈ അനേകം കാര്യങ്ങളിലൂടെ നമ്മളെ ദൈവം വ്യക്തിപരമായ റെവലേഷനിലൂടെ നമുക്ക് തരുന്ന വെളിപ്പാടുകളിലൂടെ ദൈവം നമുക്ക് ഓരോ ദിവസവും വചനത്തിലുള്ള ഉറപ്പ് ദൈവം കഴിഞ്ഞ ആഴ്ച കേട്ട പോലെ യഹോവയുടെ വചനത്തിൽ അന്വേഷിച്ച് നോക്കി അതിലൊന്നിനും ഇണയില്ലാതിരിക്കുന്നില്ല. എല്ലാം അപ്പൊ ഈ ഇണ കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടെ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുമായിരുന്നു. ഞാൻ ഈ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് എനിക്ക് വാസ്തവത്തിൽ എനിക്ക് കുറവായിട്ടുള്ളൊരു കാര്യം ദൈവവചനം കൂടുതൽ ധ്യാനിക്കാനായിട്ട് ഇതിലേക്ക് പാസിംഗ് പറഞ്ഞു പോകാൻ ദൈവത്തോടൊരു ആർത്തി, ഒരു വലിയ ഉത്സാഹം, അത് മടുപ്പില്ലാതെ അത് എൻജോയ് ചെയ്ത് പോകാനുള്ള ഒരു കാര്യം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് നമ്മൾ കൂടുതൽ ഓർപ്പിക്കപ്പെടാനായിട്ട് ദൈവത്തിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മള് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും നമുക്ക് അർപ്പിക്കപ്പെടുന്നതിനും ഒക്കെ കേൾവിയാല് അത് സംഭവിക്കും. പിന്നെ നമ്മള് കേട്ട പോലെ ശിഷ്യന്മാര് അവര് അടച്ചിട്ട ഒരു മുറിയിലായിരുന്നു. നമ്മൾ ആദ്യം കേട്ട പോലെ കർത്താവിന് ഒരു മുറിയും അടഞ്ഞതല്ല. കർത്താവിന് എല്ലാ മുറിയും എല്ലായിടത്തും കർത്താവിന് വന്ന് ഏത് സമയത്തും നമ്മളെ വന്ന് സഹായിക്കാനായിട്ട് കർത്താവിന് കഴിയും. അതൊരു വലിയ കാര്യം. നമ്മളൊക്കെ പല ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും കർത്താവ് എങ്ങനെ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവും, ഇത് ആരോടും പറയാനായിട്ട് പറ്റത്തില്ല, എങ്ങനെ ഇത് കടന്നു പോകുമെന്ന് എന്ന് തോന്നിയ സമയങ്ങളിലൊക്കെ കർത്താവ് നമ്മൾ അനേകം പല സഹോദരന്മാരും സാക്ഷ്യം കേട്ടിട്ടുള്ള പോലെ നമ്മൾ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് അവിടെ ഇറങ്ങി വന്നു. നമ്മള് കഴിഞ്ഞ ദിവസം കേട്ട പോലെ മിസ്രൈമിന്റെ നിന്ന് കർത്താവ് നീക്കിക്കളഞ്ഞ് നമ്മളെ ധൈര്യത്തോടെ നമ്മള് വിചാരിച്ചിട്ടില്ല ഒരിക്കലും. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ യേശുവിനെ വിറ്റ്നസ് ചെയ്യുന്ന ഒരാളായിട്ട്. ഞാൻ വളരെ എന്റെ ജീവിതത്തിൽ അനേകം പല ക്ലച്ചസിൽ നിന്ന് എനിക്ക്
സ്വതന്ത്രനാകാനായിട്ട് പാപത്തിന്റെ പല കുറ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പക്ഷേ വേണ്ടി അങ്ങനെ ഔട്ട്വേർഡായിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് പോയി എന്നൊന്നും അറിയാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അനേകം കാര്യങ്ങളിൽ നിന്ന് ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിലേക്ക് യേശുവിന്റെ ഒരു സാക്ഷിയാക്കി തീർക്കും എന്നുള്ള കാര്യത്തെ ഒരിക്കലും ചെയ്തിരിക്കും. പക്ഷെ ദൈവം പറഞ്ഞ പോലെ പറഞ്ഞ പോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പം അത് ഈ പറഞ്ഞ പോലെ ഒരു ഫോഴ്സ്ഫുള്ളി നമ്മൾ ഏതാണ്ട് ഇതൊക്കെ ചെയ്തു തീർത്തില്ലെങ്കിൽ ഏതാണ്ട് വരും എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നെ ഈ കാര്യങ്ങളെ മനഃപൂർവ്വമായി ദൈവം അതിനുള്ളൊരു താല്പര്യവും ഉത്സാഹവും ധൈര്യവും ഒക്കെ ദൈവം തന്നെ തരുന്നതാണ്. അതിനായിട്ട് ദൈവം നന്ദി പറയുന്നത് കേട്ടപ്പോൾ നമ്മൾ പല സമയങ്ങളിലും നമ്മളെ പ്രകാരം ജീവിക്കാനായിട്ട് നമ്മള് ഒരു താഴ്മയുടെ വഴിയിൽ നടക്കാനായിട്ട് 2 സ്റ്റെപ്പ് കയറി പോകാനായിട്ട് ആവശ്യമെങ്കിൽ അപ്പം ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ ദൈവം നമ്മളെ നേരത്തെ ധൈര്യം ഇല്ലാതിരുന്ന അനേകം സാഹചര്യങ്ങളിൽ ധൈര്യത്തോടെ നിർമ്മിക്കാനായിട്ട് നമ്മളെ ദൈവം സഹായിക്കും. നമ്മൾ വായിച്ചിട്ടുള്ള പോലെ ഒരു സ്പിരിറ്റ് ഓഫ് സ്ലേവറി അല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നമ്മൾ വായിക്കുന്ന പോലെ സ്ലേവറി അത് ഭയത്തിന്റെ ആത്മാവിലേക്കല്ല ദൈവം ഒരു കർത്താവിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഭയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുടെ മേളില് നമ്മളെ ജയോത്സവമായിട്ട് നടത്തിക്കൊണ്ടുപോകാനായിട്ട് ദൈവത്തിന് കഴിയും. അവിടെ കർത്താവിന് വേണ്ടി സാക്ഷിയായി നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ വളരെ അങ്ങനെ നിൽക്കാനായിട്ടും ഒക്കെ ദൈവം നമ്മളെ സഹായിക്കാനായിട്ട് കഴിയുന്ന നമ്മൾ കേട്ട പോലെ ഈ മറിയയുടെ യേശുവിന്റെ അമ്മ മറിയയുടെ ഒരു പ്രാർത്ഥന കർത്താവിന്റെ താഴ്ചയിൽ അവൻ കടാക്ഷിച്ചല്ലോ, ദാസിയുടെ താഴ്ചയിൽ കടാക്ഷിച്ചല്ലോ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. നമുക്ക് ജേക്കബ് പറഞ്ഞ പോലെ നമുക്ക് കർത്താവിലൊരു ആശ്രയം. കർത്താവെ ഞാൻ പല സമയങ്ങളിലും ഈ ഒരു കാര്യം എന്റെ മനസ്സിലുണ്ട്. ദൈവം നമ്മൾ കർത്താവിന്റെ സന്നിധി വരുമ്പോൾ നമുക്കുള്ള ഒരു വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും മോഡിഫൈ ചെയ്തുകൊണ്ട് വരണ്ട. നമ്മളെ ഒന്ന് ഇപ്പൊ നമ്മൾ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ഒത്തിരി പ്രിപ്പറേഷൻ ഒക്കെ ചെയ്താൽ പോകും. അവിടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള പക്ഷെ എന്നാ നമുക്ക് ഏറ്റവും ഒരു പ്രിപ്പറേഷൻ നമുക്ക് അങ്ങനെ തന്നെ ഉള്ളു തുറന്ന് പറയാനായിട്ട് ഉള്ളതുപോലെ കേൾക്കാനായിട്ടും ഒരു കർത്താവുണ്ട്. അവിടെ നമുക്ക് മറകളില്ലാതെ കർത്താവെ ഞാൻ ഇങ്ങനെയാണ് എന്റെ പ്രശ്നം ഇതാണ് എന്ന് ദൈവത്തോട് ഏറ്റു പറയാനുള്ള ഒരു സാധാരണ ഒരു അപ്പന്റെ അടുത്ത് ഉള്ള ഒരു സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. ദൈവം നമ്മളത് സമീപം ആദ്യം പറഞ്ഞ പോലെ നമുക്ക് അതിനുള്ള എന്ത് യോഗ്യതയാണ് ഈ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്നവര് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നടക്കുന്ന യെരുശലേമിന്റെ സ്റ്റോറി നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിൽ കേരളത്തിന്റെ ഈ അറ്റത്ത് അത് ഇങ്ങനെയുള്ള കാര്യം നോക്കുമ്പോൾ സാമൂഹികമായി നോക്കുമ്പോൾ എത്ര കാതങ്ങൾക്ക് അപ്പുറത്ത് നടക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ ആ ഒരു വലിയ അനാദി നിർണയത്തിൽ ഹല്ലേലൂയ ദൈവം നമ്മളെ ഓരോരുത്തരെയും എന്നെയും തന്റെ കൃപയാൽ കണ്ടു യേശുവിനെ അറിയാനായിട്ട് ദൈവം സ്തോത്രം. ദൈവം ആ ഒരു വലിയ ഭാഗ്യം എനിക്കും തന്നു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവം എന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങളിൽ ധൈര്യത്തോടെ നിൽക്കാനായിട്ടും യേശുവിന്റെ സാക്ഷിയായിട്ട് യേശുവിനെ കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ക്ലോസ്ഡ് വേഴ്സിനെ കുറിച്ചൊക്കെ നമ്മുടെ തന്നെ നമ്മുടെ തന്നെ ആ ഒരു സെൽഫില് നമ്മൾ റിയലൈസ് ചെയ്ത് ഇങ്ങനെ ലൈക്ക് ദിസ് ഇസ് അവർ ലിമിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പം ലൈക്ക് നമ്മളെ ദൈവത്തിന്റെ പ്ലാനിനെതിരെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പഞ്ചപ്പെടപ്പെട്ടത് അങ്ങനെ ലൈക്ക് നമ്മുടെ
ദൈവത്തിന് നമുക്ക് വേണ്ടി ഇങ്ങനെ ഓരോ ഇങ്ങനെ സ്റ്റേജ് പോലെ ഇങ്ങനെ നമ്മള് മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ കേപ്പബിലിറ്റീസ്, നമ്മുടെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ആ ഒരു കേപ്പബിലിറ്റി ദൈവം അറിയുന്നു. അപ്പം ബട്ട് നമ്മുടെ ആ ഒരു നിലവാരം എവിടാണ് നമ്മുടെ ലൈക്ക് ഇപ്പൊ അങ്ങളെ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് ഇത്രയും മതി, എനിക്ക് ഇത് തന്നെ ധാരാളമാണ്, അങ്ങനെ ആ ഒരു ചിന്താഗതിയാണോ, അതോ ലൈക്ക് ഒരു നമുക്ക് ആ ഒരു ആ ഒരു നീഡ്ഫുൾനെസ്, ആ ഒരു നമ്മുടെ മനസ്സിലെ ആ ഒരു എംപ്റ്റിനെസ്, ദൈവത്തിന്റെ ആ ഒരു വചനത്തിനും ദൈവത്തിന്റെ പ്രസൻസ് എപ്പോഴും വേണോ എന്നുള്ള ആ ഒരു മെന്റാലിറ്റി, ആ ഒരു ലൈക്ക് ദൈവം ഇല്ലാതെ സിറ്റുവേഷനിൽ കൂടെ ഇനി സമയം പോകാൻ പറ്റത്തില്ലെന്നും, അല്ലാതെ ഇപ്പൊ എന്ത് കാര്യമായാലും എന്ത് കാര്യങ്ങൾ എന്ന് പറയുമ്പം ഗോഡ് എക്സ്പെക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം ഒബ്വിയസ്ലി നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പം ആ കാര്യങ്ങൾ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ സ്വയം ബലത്തിൽ നിൽക്കാതെ ബിക്കോസ് ദൈവം നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ നമ്മൾ ഗൈഡ് ചെയ്യുന്ന ആ പാത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഹി ഓപ്പൺസ് ന്യൂ ഡോർസ്, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞതല്ല, അവളുടെ സ്പീച്ച് എങ്ങനെ പാടായിരുന്നു, പക്ഷെ പിന്നെ അപ്പം നമുക്ക് വേണ്ടി ദൈവം വെച്ചേക്കുന്ന ട്രഷേഴ്സ് ഒക്കെ നമ്മള് കണ്ടുപിടിക്കണേ. നമ്മള് വി ഷുഡ് വർക്ക് സ്പിരിച്വൽ ഗ്രോത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതായ കുറെ കാര്യങ്ങളുണ്ട്. അത് മുന്നോട്ട് പോകാൻ സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 24 എമൗസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ അവര് നടന്ന സംഭവങ്ങളെ കുറിച്ച് അവര് സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ കർത്താവ് അവരുടെ ഒപ്പം നടക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. എനിക്കൊന്ന് സങ്കീർത്തനത്തിന്റെ അകത്ത് പറയുന്നുണ്ട്, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു എന്നുള്ളത്. അപ്പൊ അന്ന് നടന്ന ഇപ്പൊ അന്ന് അത് ഇപ്പൊ കർത്താവ് ക്രൂസിഫിക്ഷനാണെങ്കിലും അതെല്ലാം ആ സംഭവങ്ങളെല്ലാം ആ ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ് അത് മുഴുവനും അന്നുണ്ടായിരുന്നവർക്കും കർത്താവിന്റെ ശിഷ്യന്മാർക്കും അത് പൂർണ്ണമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല അവർക്ക്. കാരണം അത് ശരിക്കും പറഞ്ഞ ഒരു മിറക്കിളാ, ശരിക്കും ഒരു മിസ്റ്ററിയാ, ഒരു ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ നടന്ന ഇൻസിഡൻസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് കർത്താവിന്റെ ശിഷ്യന്മാര് പോകുമ്പോൾ അത് കർത്താവ് അവരുടെ ഒപ്പം നടന്ന് അവരുടെ ആ കോൺവെർസേഷൻ ശ്രദ്ധിക്കുകയും അവരൊക്കെ അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന നമ്മളവിടെ കാണുന്നത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഭക്തന്മാര് സംസാരിക്കുന്നത് കേൾക്കുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണോ അത് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവം. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിലായിക്കോട്ടെ, നമ്മുടെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴായിക്കോട്ടെ, പക്ഷെ നമ്മുടെ കോൺവെർസേഷൻസ് മിക്കപ്പോഴും എല്ലാം വേർഡ്ലിയാണ്. ഈ ലോകപരമായ കാര്യങ്ങളും അവരുടെ കുറ്റങ്ങളും ഇവരുടെ കുറ്റങ്ങളും അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതും നമ്മളൊക്കെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളതും പറയുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതല്ല. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ കോൺവെർസേഷൻസ് എപ്പോഴും ദൈവവചനം സംസാരിക്കാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭവനത്തിലായിക്കോട്ടെ, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഗൗരവത്തോടുള്ള കാര്യങ്ങൾ, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയണം. പക്ഷെ അല്ലാതുള്ള ലൂസ് ടോക്സ് അത് ദൈവം നമ്മളിൽ നിന്ന് ഒരിക്കലും, കാരണം എപ്പിസോഡ്സിന്റെ അകത്ത് പറയുന്നുണ്ട്, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചേർച്ച അല്ലാത്തതൊന്നും നമ്മുടെ നാവിൽ നിന്ന് വരല്ലെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് എപ്പോഴും ഈ നമ്മുടെ ആ ജഡം എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ജഡത്തിന് വേണ്ടുന്നത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാമാണ് ജഡത്തിന് വേണ്ടത്. കാരണം അതാണ് എപ്പോഴും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ അതൊക്കെ നമ്മളെ ഡിഫൈൻ ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ
നമ്മുടെ ക്യാരക്ടറിനെ അത് ഡിഫൈൽ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് മറ്റുള്ളവരെ അശുദ്ധമാക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു മിസ്ലീഡ് ചെയ്യുന്നത്. പക്ഷെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ കോൺവെർസേഷൻ, നമ്മുടെ മാനേഴ്സ്, നമ്മൾ എവിടെയായിരുന്നാലും കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ദൈവഹിതത്തിനനുസരിച്ചുള്ള ആ ദൈവ വചനത്തിന് അലൈൻ ചെയ്ത് പോകണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് ഒരു ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ വായിച്ച ഒരു പുസ്തകത്തില് അതിനകത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഭവനത്തിലുള്ള കോൺവെർസേഷൻസ് പോലും ഒരിക്കലും അവിടെ ഇല്ലാത്ത ഒരാളെ കുറിച്ച് കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരെ ജഡ്ജ് ചെയ്യാനോ ഒരിക്കലും നമ്മുടെ മക്കൾ പോലും അതൊരിക്കലും അത് ശീലമാക്കരുത്, കേൾക്കാൻ പോലും പാടില്ലെന്നാ പറയുന്നത്. മറിച്ച് നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനുമായിട്ടുള്ള ഒരിടമായി മാറണം. നമ്മുടെ സഭയാണെങ്കിലും നമ്മുടെ ഭവനമാണെങ്കിലും എല്ലാം നമ്മുടെ ഇവിടെ എനിക്ക് ഏറ്റവും എനിക്ക് ഹൃദ്യമായി തോന്നിയ ഒരു കാര്യം അത്. കാരണം കർത്താവ് എന്ത് ഈഗറായിരുന്നു. അപ്പം ദൈവം തന്റെ മക്കള് എന്താണ് പറയുന്നത് കേൾക്കുവാനുള്ള ദൈവത്തിന്റെ ആ ഒരു ഈഗർനെസ്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളോട് കൂടെ വസിക്കാന്, നമ്മുടെ കൂടെ ആയിരിക്കാന്. പക്ഷെ നമ്മുടെ പാപം കാരണം നമ്മൾ കർത്താവിനെ അകറ്റിക്കളയാ ചെയ്യുന്നത്. പക്ഷെ കർത്താവില്ല മുടിയനായ പുത്രന്റെ ഇതിൽ പറയുന്ന പോലെ ഒരു എന്താ പറയുന്നേ, തെറ്റിപ്പോയ ഒരു മകൻ എപ്പോ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് ആഗ്രഹത്തോടെ വാഞ്ചയോടെ ഇരിക്കുന്ന ഒരു അപ്പനാണ് നമുക്കുള്ളത്. പക്ഷെ പലപ്പോഴും ആ പാട്ടിൽ ഇന്ന് പാടിയതുപോലെ നമ്മുടെ പാപ ഉല്ലാസങ്ങള്, പാസിംഗ് പ്ലഷേഴ്സ് ഓഫ് സിൻ, പക്ഷെ അത് കർത്താവിന് വേണ്ടി അത് വേണ്ടാന്ന് വയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയണം, എനിക്ക് കഴിയണം. പക്ഷെ പലപ്പോഴും അത് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ അതല്ല, നമുക്ക് കഴിയണം ആ ഒരു പാസിംഗ് പ്ലഷേഴ്സ് ഓഫ് സിൻ എല്ലാം വിട്ട്. കാരണം ഹീബ്രൂസിൽ പറയാൻ നമ്മൾ മുറുകെ പറ്റുന്ന സകല പാപം വിട്ട് നമ്മൾ ഓടാൻ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഓടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കോൺവെർസേഷൻസ് ഒക്കെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, മനോഭാവങ്ങൾ സകലതും ദൈവഹിതത്തിനനുസരിച്ചായിരിക്കാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും, അത് നമുക്ക് സ്വയമായിട്ട് ഒരിക്കലും കഴിയുകയില്ല. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ മാത്രമേ, പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ വാക്കുകളെ രൂപപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് തന്നെയാണ് ഉപാസന. വേറെ നോക്കാതെ തന്നെ പറയാൻ പറ്റും. നമ്മൾ എബ്രാഹിം അധ്യായത്തില് വായിക്കുന്നു. നമുക്ക് എപ്പോ വേണമെങ്കിലും ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു കൃപാസനത്തെ കുറിച്ച്. അറിയാൻ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠം ഉണ്ടാവുന്നതിനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറ പിടിച്ചു കൊടുക്കാം. നമുക്കുള്ള മഹാപകടത്തെ നമ്മുടെ ബലഹീനതയും സഹതാപം കാണിക്കാൻ കഴിയാത്തതിനല്ല, പാവം വഴിയെ സർവത്തിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടതിനകത്ത് നമുക്കുള്ളത്. അതുകൊണ്ട് പാവം ഒഴികെയല്ല, പാവം ചെയ്യാതെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള പ്രവർത്തനമായി ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തിരുക. അപ്പൊ കൃപാസനം വിഭാഗത്തിൽ പറയുന്നത് അവൻ തന്നെ ആവുന്നു മന്ദിരം. അവിടെ വേറെ മന്ദിരമൊന്നും കണ്ടില്ല, കുഞ്ഞാട് തന്നെയാണ് അവരുടെ മന്ദിരം. അപ്പം എന്ന് പറയുന്ന പോലെ ഈ കൃപാസനവും കർത്താവ് തന്നെയാണ്. കൃപാസനത്തിലേക്ക് ഓടിച്ചെല്ലാനുള്ള ധൈര്യം കർത്താവ് കാണിപ്പാൻ കഴിവുള്ളവനാണ്. കാരണം ഞാൻ കടന്നു പോകുന്ന ഓരോ സാഹചര്യത്തിലും കർത്താവ് കൂടെയും കർത്താവ് കടന്നു പോകും. കർത്താവ് യവനന്റെ സുവിശേഷം എന്റെ ഹൃദയം മരണപുരുഷാൽ എന്ന പോലെ അതിലിഖിതമായിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ആ സമയത്തും
അവിടെയൊക്കെ ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് കർത്താവിനെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെ പരിശുദ്ധാത്മാവ് വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്നു. അതുപോലെ വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കാറുണ്ട്. അവിടെ അത് ഈ കൃപാസനത്തിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴാണ് അവർ നടക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായിട്ട് നന്ദി പറയുന്നു. ഈ ശിഷ്യന്മാര് വാതിൽ അടച്ചെടുക്കുമെന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വാതിൽ അടച്ചില്ലെങ്കിലും പലപ്പോഴും എല്ലാം അടഞ്ഞ് ഇരിക്കുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കർത്താവിനെ ക്രൂശിക്കാന്ന് പറഞ്ഞ് ക്രൂശിക്കാന്ന് പുരോഹിതന്മാർ ചുറ്റുന്ന എല്ലാവരും പറഞ്ഞു. നിങ്ങളിങ്ങനെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം അടുത്തു പോകാതെ പിതാവിനെ ആശ്രയിച്ച യേശു എല്ലാവരും തന്നെ വിട്ടു പോയപ്പോഴും എന്റെ പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞ യേശു. ഈ യേശുവിനെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുമ്പോഴാണ് ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിൽക്കാൻ കഴിയുന്നത്. അതും ഞാൻ ഈ കർത്താവിനെ ശ്രമിക്കുന്നു. എല്ലാ സമയത്തും ആ കൃപാസനത്തിന്റെ അടുത്ത് ചെന്ന് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലാനാണ് പറഞ്ഞിട്ട് അതുകൊണ്ട് ആ കൃപാസനത്തിന്റെ അടുത്ത് ചെന്ന് ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും ആരെല്ലാം എന്തെല്ലാം മനസ്സിലാക്കിയാലും കർത്താവ് ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ്. അതാ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, എന്റെ പ്രകൃതം അവൻ അറിയുന്നു, ഞാൻ പൊടിയെന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് അപ്പൻ മക്കളോട് കടന്നു പോകുന്ന പോലെ കർത്താവിന് നമ്മളോട് കടന്നു പോയി ആകാശഭൂമി കുഴികളിൽ അവന്റെ ദയ മറ്റെന്നാക്ഷം. അതുകൊണ്ട് ആ വലിയ തയ്ക്കായിട്ടും കർമ്മിക്കായിട്ടും ഞാൻ സ്മരിക്കുന്നു. ഈ കർത്താവിന്റെ മുമ്പിൽ ജീവിപ്പാൻ ഈ കൃപാസനത്തിൽ എപ്പോഴും കൃപാസനത്തിന്റെ അടുത്ത് ഒഴിച്ചിരുന്നു കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് കർത്താവിന്റെ മുമ്പിലുള്ള ജീവിതം കർത്താവിനെ ഞാൻ തന്നെ സമർപ്പിക്കുന്നു. എല്ലാ വരുന്നതിനായിട്ട് എന്റെ കൊല്ലത്തെ എപ്പോഴും അടിച്ചു വെച്ചാൽ എനിക്ക് എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുന്ന അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ അതിനുവേണ്ടി നിൽക്കുന്നത് മാത്രമേ അവരുടെ പ്രവർത്തനം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ആ ഒരു സന്തോഷത്തിൽ മാത്രമേ എല്ലാവർക്കും പറ്റുകയുള്ളൂ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആ ഒരു നാമം സർവ്വപരിശുദ്ധ അതിന്റെ അവരുടെ മുന്നോട്ട് പോകാൻ പറയാൻ നിറഞ്ഞ ജീവിക്കുവാൻ അവരുടെ ശക്തിയും അവരുടെ തന്നെ ആവശ്യമാണ്. അഴിപാടിന്റെ വചനത്തിനായിട്ട് പറയുന്നു. ദൈവത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെയാണ് ദൈവം തന്നത്. ഞാൻ താഴ്ത്തി കർത്താവിന്റെ സന്നിധിയില് കൊടുക്കാനായിട്ടും കർത്താവിനോട് ഞാൻ ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും കർത്താവിനോട് ചേർന്ന് നടക്കാനായിട്ടും ഒരു തുടക്കത്തിൽ ആ ഒരു മേഴ്സി സീറ്റിനെ കുറിച്ച് പറഞ്ഞപ്പം ഞാന് ഡാനിയൽ 11:32 വേഴ്സ് ഓർക്കുന്നത്. പീപ്പിൾ ഹു നോ ദ ലോർഡ് വിൽ ബി സ്ട്രോങ്. ശരിക്കും അത് കേട്ടപ്പം കർത്താവ് അവിടെ കർത്താവിന്റെ ബോഡി ഇരുന്ന സ്ഥലത്ത് 2 ഏഞ്ചൽസ് ഇപ്പം ശരിക്കും കർത്താവ് എനിക്കായിട്ട് ഒരു ചോരയെല്ലാം ഒലിച്ച് കർത്താവിന്റെ ശരീരം ഇരുന്ന സ്ഥലം അതാണ് ശരിക്കും അവിടെ ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള ഒരു സ്ഥലം. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇനി ജീവിക്കാനായിട്ട് കഴിയത്തില്ല. സാക് ബ്രദർ 2 ഫിയർ ഓഫ് ഗോഡിനെ കുറിച്ച് എപ്പോഴും ഞാനിങ്ങനെ ബ്രദർ പറയുന്ന കഴിഞ്ഞ ദിവസം അതിങ്ങനെ എനിക്ക് ഒരു ഇന്ന് ലൈറ്റ് കത്തുന്ന അതായത് ഫിയർ ഓഫ് ഗോഡ് എന്ന് വെച്ചാല് വെദർ ഗോഡ് വിൽ ഹേർട്ട് മീ എന്നുള്ള ഒരു ഫിയർ. പലപ്പോഴും എന്റെ ജീവിതത്തിൽ ആ ഒരു ഫിയർ ആയിരുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത ദൈവം എന്നെ അടിക്കൂ അങ്ങനെ, പക്ഷെ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ, പക്ഷെ അതല്ല ദൈവം ആഗ്രഹിക്കുന്ന വെദർ ഐ വിൽ ഹേർട്ട് ഗോഡ്. ഇത്രയൊക്കെ കർത്താവ് എനിക്കായിട്ട് ചോര എല്ലാം അത് ദൈവത്തിന്റെ പ്രസൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് കർത്താവത്തെ കഷ്ടപ്പാട് ഏറ്റു. ഇനിയിപ്പം എന്റെ ഒരു തെറ്റായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോ എന്തെങ്കിലും പുറമെ ആൾക്കാർ കാണുന്നില്ലായിരിക്കും, പക്ഷെ അവര് എന്റെ മനസ്സിനുള്ള കാര്യങ്ങൾ അത് കാരണം ദൈവത്തെ ഞാൻ ഹേർട്ട് ചെയ്യുമോ അങ്ങനെ അപ്പം അങ്ങനെ അത് ആ ഒരു കാര്യം
പിന്നെ ആഹ് പിന്നെ വേറെ അതായത് ഈ സിസ്റ്റേഴ്സ് പ്രത്യക്ഷ പലപ്പോഴും ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരു വുമൺ ആയതുകൊണ്ട് പല പരിമിതികളുണ്ട്. ഒരു അതായത് ഒരു ബ്രദർ ആയിരുന്നെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനൊക്കെ കർത്താവിന് പറ്റിയിരുന്നു. ഇപ്പൊ പക്ഷെ ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ജോലി സ്ഥലത്തൊക്കെ ഒരുപാട് ഇപ്പം ഒരു വുമൺ ആയതുകൊണ്ട് തന്നെ പലരും നമ്മുടെ അടുത്ത് വരിക, എസ്പെഷ്യലി സ്റ്റാഫൊക്കെ മിക്കതും ഒരു ലേഡീസ് ആണ്. അപ്പം അവരുടെയൊക്കെ അടുത്ത് നമുക്ക് ആ ഒരു കർത്താവ് തരുന്ന ഒരു ധൈര്യത്തോടെ അവരെയും ധൈര്യപ്പെടുത്താനും പല കാര്യങ്ങൾക്കും അവരെയും കർത്താവിലേക്ക് കൊണ്ടുവരാനും സൈക് ബ്രദർ എപ്പോഴും പറയും, വുമൻസ് പല സ്ഥലങ്ങളിലേക്കും ബ്രദേഴ്സിന് കടന്നു ചെല്ലാനായിട്ട് കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് സിസ്റ്റേഴ്സിന് ശരിക്കും കർത്താവ് സിസ്റ്റേഴ്സിനെ കർത്താവിനായിട്ട് യൂസ് ചെയ്യും. ന്യൂ ടെസ്റ്റ്മെന്റിൽ അങ്ങനെ ബ്രദർ സിസ്റ്റർ അങ്ങനെ ഒന്നും വ്യത്യാസമില്ലാതെ കർത്താവ് പരിശുദ്ധാത്മാവിനെ സഹോദരിമാരെ നിറയ്ക്കുക എന്നുള്ള കാര്യം. പിന്നെ ഈ ഒരു വചനം ഇന്ന് വായിച്ചപ്പോഴ അതായത് ഡു നോട്ട് ലിങ്ക് ടു മീ, അത് നെഗറ്റീവായിട്ടാ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് കേട്ടപ്പോഴത് അതായത് കർത്താവ് എന്നെ ഇവിടെ പിടിച്ചു വെക്കണ്ട, എനിക്ക് ഇനിയും കർത്താവിന് പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയി, കുറച്ചും കൂടെ ഉയരത്തിലുള്ള ഒരു ജോബ്, അതായത് ഇന്റർസെസർ എന്നുള്ള ഒരു കർത്താവ് നമുക്കായിട്ട് അവിടെ മധ്യസ്ഥത വഹിക്കാനായിട്ട് പോവുക. അപ്പം ഇപ്പൊ എന്നെ ഇവിടെ ട്രാൻസ്ഫർ ആയി ഞാൻ പോവുക. അപ്പൊ ഇവിടെ വീണ്ടും എന്നെ ഇവിടെ പിടിച്ചു വെക്കണ്ട എന്നുള്ള കാര്യം കർത്താവ് പറയുന്നതെന്നുള്ളത്. കർത്താവ് നമുക്കായിട്ട് ദൈവത്തിന്റെ അടുത്ത് പിശാച് നമ്മളെ അക്യൂസ് ചെയ്യുമ്പോഴും കർത്താവ് അതിനായിട്ടല്ല. കർത്താവ് അവിടെ ദൈവത്തിന്റെ മുമ്പില് നമ്മളെ എപ്പോഴും സൈക്ലോയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, സ്പിരിറ്റ് ഓഫ് അക്യൂസേഷൻ അല്ല, സ്പിരിറ്റ് നിങ്ങൾ ഇന്റർസീഡ് ചെയ്യുന്നവരായിരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി. ഒരു പിശാചാണ് അക്യൂസ് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന്. പക്ഷെ നമ്മള് ദൈവത്തിന്റെ മുമ്പില് മറ്റുള്ളവരെ വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് മറ്റുള്ളവരുടെ ഒരു തെറ്റ് കണ്ടാൽ അത് അതിനെപ്പറ്റി അക്യൂസ് ചെയ്യാനല്ല, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവത്തിന്റെ മുമ്പില് അവരെ അതുപോലെ പ്രാർത്ഥിക്കാനായിട്ടാണ് കർത്താവിന്റെ സ്പിരിറ്റ് അതായിരുന്നു എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ആ ഒരു ശരിക്കും ആ ഒരു ഡോഴ്സ് അത് ഷട്ടായിരുന്നു. അവിടെ സൈക്കിളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അതായത് ഒരു പ്രാവശ്യം ഷട്ടായിരുന്നു, ഡോഴ്സ് അടഞ്ഞു കിടന്നു എന്ന് പറഞ്ഞു അവിടെ കർത്താവ് വന്നു. പക്ഷെ വീണ്ടും അടുത്ത 26 ജോൺ 2026 വീണ്ടും ഡോഴ്സ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം ശരിക്കും ഒരു പ്രാവശ്യം കർത്താവിനെ കണ്ടു, പക്ഷെ 19 വേഴ്സില്, പക്ഷെ വീണ്ടും അവർക്ക് എഴുന്നേറ്റ കർത്താവിനെ കണ്ടിട്ട് പോലും അവരവിടെ വീണ്ടും അടച്ചു തന്നെ ഇരുന്നു. അപ്പം പരിശുദ്ധാത്മാവിന്റെ നിറവ് വരുന്നതിന് ശേഷമാ പിന്നെ ആ ഡോറുകൾ തുറന്നേ ഉള്ളത്. അപ്പം ഇന്നും സൈക്കിളിന്റെ എപ്പോഴും മെസ്സേജ് കേട്ടേ ഇങ്ങനെ, അതായത് നമുക്ക് ഒരു നല്ല എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നല്ല ഇത് വരുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ബ്രാഞ്ച് ഹെൽപ്ലെസ് ആയിട്ട് ആ ഒരു ട്രീയിൽ അബൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു സാപ്പ് അതിനകത്തുനിന്ന് ഫ്ലോ ചെയ്ത് പരിശുദ്ധാത്മാവാണ് ആ ഒരു സാപ്പ് എന്ന് ബ്രദർ പറയാം. അതായത് ആ ഒരു നീര് അതിനകത്ത് നിന്ന് ഉടന്നുകൊണ്ട് അതിനകത്ത് ഫ്രൂട്ട് ഉണ്ടാകുന്നതെന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും ഈ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം, സന്തോഷം, ആ ഒരു ധൈര്യവും ശക്തിയും അതെല്ലാം വരണമെങ്കിൽ നമ്മൾ ഹെൽപ്ലെസ് ആയിട്ട് നമുക്ക് ഒന്നുമില്ല, നമ്മള് ബേസിക്കലി വളരെ ഇങ്ങനെ അടഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ഒരു കോണിലിരിക്കുന്ന ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കി കർത്താവിനോട് ചേർന്നിരിക്കുക. അപ്പൊ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ സീറോ ആയിട്ടായിരിക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആ ഒരു ഫ്രൂട്ട്, ധൈര്യത്തിന്റെ ഫ്രൂട്ട് എല്ലാം പുറത്തോട്ട് വരും. നമുക്കായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. നന്നായിട്ട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പ്രകാരം ഒരു കുടിവര ദൈവം നമുക്കെല്ലാവർക്കും ധാരാളം തന്നു. നമ്മുടെ ഇവിടെ ആയിരിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. മമ്മി പല സമയങ്ങളിലും സാക്ഷ്യം പറഞ്ഞ സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്, കർത്താവ് ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു വീട് വളരെ ആവശ്യമായിട്ടാണ് കിട്ടിയത്. എന്നാൽ ഞാൻ ഇപ്പൊ ഓർക്കുമ്പോ ദൈവത്തിന് എല്ലാത്തിനും ഇങ്ങനെയുള്ള ദൈവം പല കാര്യങ്ങളും ചെയ്യുന്നതിന് പിന്നെ ദൈവത്തിന് വലിയൊരു പർപ്പസ് ഉണ്ട്. ദൈവം കാര്യത്തെ അത്ഭുതകരമായിട്ട് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങളെ ഈ സമയങ്ങളിലെല്ലാം നടത്തുകയും പരിപാലിക്കുകയും ആ അത്ഭുതകരമായ കൃപയും സൂക്ഷിക്കുകയും ദൈവത്തിന്റെ സ്നേഹം ജഗബർ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ആ മഹാസ്നേഹത്തിലെ ദൈവം നടത്തി പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നു.
അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ വരിക്കുന്ന പലപ്പോഴും കർത്താവിന് പുരുഷാരത്തെ കണ്ടപ്പോ കർത്താവ് മനസ്സിലെങ്കിൽ വലിയ ക്രൗഡ്, വലിയൊരു പുരുഷാരം, വലിയൊരു ക്രൗഡായിരുന്നു. പക്ഷെ കർത്താവിന് അവിടെ അവർക്ക് അവരെല്ലാവരോടും മനസ്സിലായിരുന്നു. അവർ കർത്താവിന് ആരോടും ഈർഷ്യയോ പകയോ പിണക്കോ അസൂയയോ അങ്ങനെ കർത്താവ് അത് ഇതുകൊണ്ടൊന്നും ഇറിറ്റേറ്റഡ് ആയില്ല. എന്നാ ഞാനിങ്ങനെ വരയ്ക്കുന്ന പലപ്പോഴും നമ്മള് ഈ ചെറിയ ഒരു വലിയ ക്രൗഡൊന്നും നമ്മളെ ഫേസ് ചെയ്യുന്നില്ല. ഒരു അല്പ ആളുകളെ കൊണ്ട് പല സമയങ്ങളിൽ നമ്മള് അസ്വസ്ഥരാകുകയും സൂയപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കർത്താവ് നമ്മളോട് പറയുന്നത് അതിലേക്ക് നമ്മളെ നടത്താം, നമ്മളെ അതിൽ നിന്ന് സ്വതന്ത്രരാക്കാം എന്നൊക്കെ എന്നുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിനായിട്ട് ദൈവത്തിൽ നന്ദി. ദൈവം ഇങ്ങനെയുള്ള അനേകം വലിയ പ്രോമിസുകളിലേക്കാണ് നമ്മളെ നടത്തുന്നത്. ഇങ്ങനെ നമ്മൾ പാടിയ പോലെ നമ്മളെ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങള്, ആകുലപ്പെടുത്തുന്ന പല കാര്യങ്ങൾ വന്നാലും ദൈവം അവിടെയെല്ലാം സമാധാനവും സ്വസ്ഥതയുമായിട്ട് കർത്താവ് കോപിക്കലും ഭയമില്ല എനിക്ക്. കാര്യം അവിടെ എല്ലാം എന്റെ കയ്യ് അവിടെ ഉണ്ട്. യേശു കർത്താവ് പല സമയങ്ങളിലും ഇറങ്ങി വരികയും ആശ്വസിപ്പിക്കുകയും ധൈര്യം തരികയും പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മള് കാര്യത്തിന് മുന്നിൽ കർത്താവ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിയാതിരിക്കുന്ന അനേക സമയത്ത് ദൈവം അത്ഭുതകരമായിട്ട് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെറുപ്പം നമ്മൾ വേറൊരാളോട് പറഞ്ഞാൽ അത് ഇങ്ങനെ ചെയ്തു കൂടുകയും ചോദിക്കാം. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപക്ഷെ അത് കുഴപ്പത്തിലായി പോകാൻ സാധ്യത ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ധൈര്യപ്പെട്ട് ചെയ്യാതെ കർത്താവിന്റെ ആശ്രയിക്കും. കർത്താവ് എല്ലാം ദൈവത്തിന് എല്ലാത്തിനും നമ്മളെ ആ ഒരു ദൈവത്തിന്റെ സമാധാനത്തില് ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ കൃപയും ആശ്വാസവും എല്ലാം ദൈവത്തിന്റെ പക്കലുണ്ട്. ആ വഴിയിലൂടെ ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്നു. നമ്മുടെ മനുഷ്യമായിട്ട് നോക്കും പല കാര്യങ്ങളെ അൺസർട്ടൈൻ ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും ഈ സമയങ്ങളിലൊക്കെ ദൈവം ഇനി ഉറപ്പിക്കുന്ന കാര്യം ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ടൊരു സമർപ്പിക്കണം. ആ നിലയിൽ സ്വയമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാം. ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറയാതെ കർത്താവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനും കർത്താവിന്റെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾക്കായിട്ട് കാത്തിരിക്കാനായിട്ട് ഇതിനിടയിൽ ദൈവം തരുന്ന ഓപ്പർച്യൂണിറ്റിയിൽ കർത്താവിന്റെ ഒരു സാക്ഷിയായി ഇരിക്കാനായിട്ട് ദൈവം സഹായിക്കുന്നു. സത്യത്തിൽ ദൈവം പല സമയങ്ങളിലും പല ആളുകളെ മുന്നിൽ കൊണ്ടുവരിക, അവരോടൊക്കെ യേശുവിന്റെ ഒരു സാക്ഷിയായിട്ട് ചിലരോട് ഡയറക്റ്റായിട്ട് സുവിശേഷം പറയാനായിട്ടും ഒക്കെ ദൈവം അതിനുള്ള എനിക്കറിയത്തില്ല, ദൈവം അതിനായിട്ട് എന്നെ സഹായിക്കുകയും നടത്തുകയും ചെയ്യുന്നു. അതിനായിട്ട് സഭ അതിന്റെ പിന്നിൽ ചർച്ചിന്റെ സഭയുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ട്. ഞാൻ സോ താങ്ക്ഫുൾ ദൈവം അങ്ങനെ ഒരു സഭയിൽ ആയിരിക്കാനായിട്ട് കർത്താവ് ദൈവം കാണിച്ച ആ വലിയ കരുണയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതില്ലായിരുന്നെങ്കിൽ ഞാനും ഒരു നാമധേയ ക്രിസ്ത്യാനിയായിട്ടെല്ലാം ഞാനെല്ലാം ഓക്കെയാണ്, ഇനിയും അങ്ങനെ ഒരു പരീക്ഷ മനോഭാവത്തോടെ അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. ദൈവത്തിന്റെ മഹാസ്നേഹത്തിൽ ദൈവം എന്നോട് കാണിക്കുന്ന കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സന്യങ്ങളിൽ ദൈവം സ്മിതയും ഇവിടെ അരക്കുന്ന സമയത്ത് കൂടുതൽ ദൈവത്തോട് അടുത്ത് വരാനായിട്ടും ശരിയായിട്ടും നല്ല മനസ്സാപത്തിലേക്ക് അവര് പെടാനായിട്ടും നിങ്ങൾ മമ്മിയും ചേച്ചിയൊക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നടത്തിയ എല്ലാവിധങ്ങൾക്കായിട്ടും നന്ദി പറയുന്നു. ഒരു മാസക്കാലം ഇവിടെ ആയിരിക്കാനും റെഗുലറായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ടും കർത്താവ് സഹായിച്ചു. കേട്ട വചനപ്രകാരം കർത്താവിന് ഹിതമാമണ്ണം ചുമപ്പാനായിട്ട് ഞാൻ എന്നെ തന്നെ ഒരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിനോട് കൂടുതൽ പറ്റിച്ചേർന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരം കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചു. എനിക്ക് എന്റെ ഇവിടെ മീറ്റിംഗ് നടന്ന് ഞാൻ എന്റെ രാവിലെ പ്രാർത്ഥിക്കുന്നില്ല, എന്താ പറയാമെന്ന്
ഞാൻ എൻ്റെ ഒരു മനസ്സിൽ വന്ന myself, ഞാൻ ഒരിക്കലും അയാളുടെ മീറ്റിംഗ് നടത്തിയപ്പോൾ ഒരിക്കലും അയാളുടെ മീറ്റിംഗ് നടത്തിയപ്പോൾ ഞാൻ ഒരിക്കലും പറഞ്ഞായിരുന്നു this year I'm trying to change myself and stuff. അപ്പം ഞാൻ ആദ്യം the year before ഞാൻ വിചാരിച്ചിപ്പം അനുസരിക്കുക. അപ്പം അനുസരിച്ചപ്പോൾ ഒരു ആക്ച്വലി ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇപ്പം അച്ഛൻ അമ്മ ഒരു കാര്യം പറയുന്നു, അപ്പം അന്ന് അനുസരിച്ചില്ല, ഓക്കെ ചേഞ്ച് ചെയ്യാം, അനുസരിക്കാം. സോ ദെൻ how hard it is to accept obedience and stuff. So അപ്പം ഞാനിപ്പോ ഈ ഒരു വീക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ മനസ്സിലാക്കി ഇങ്ങനെയാണ് വന്നത്. സോ അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ ഡെയിലി ഉള്ള ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ചില സമയം ഞാൻ തന്നെ ഇപ്പം ഈ ഒരു വീക്ക് തന്നെ ഞാൻ ചില സമയത്ത് ജൊഹാനി ചില സമയത്ത് ഇങ്ങനെ ഞൊണ്ടാനൊക്കെ വരും. അപ്പൊ ഞാൻ ചില സമയം നമ്മുടെ ഐ എം എസ് എൽഡർ ബ്രദർ. സോ അപ്പൊ ഞാൻ പലപ്പോഴും ഇതിലേക്കും ഒരു എൽഡർ ബ്രദർ എന്ന നിലയിൽ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യേണ്ടതിന്റെ ഞാനാണല്ലോ. അപ്പം ഞാൻ പലപ്പോഴും ദൈവം പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ചില സമയത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. അപ്പം അപ്പൊ ഐ തിങ്ക് സത്യം പറഞ്ഞാൽ എന്തൊരു പാടാണ്. ഐ മീൻ എന്റെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ആയിട്ട് എനിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലാണ്ട് ഓവർ ടൈം എത്രത്തോളം ഞാൻ ലാക്കിങ് ആകും. ഐ മീൻ എനിക്ക് എന്റെ എനിക്ക് ആ ഒരു സ്വയത്തിൽ ഒട്ടും ആശ്രയിച്ചേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. മോർ എനിക്ക് റിലൈ ഓൺ ഗോഡ് ആൻഡ് സ്റ്റഫ്. അപ്പം പിന്നെ അപ്പം പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള കീപ്പിംഗ് എ സ്റ്റാൻഡ് ഫോർ ക്രൈസ്റ്റ് വേറെ അതെനിക്ക് എന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടും അതിനൊരു എനിക്ക് ഭയങ്കര എനർജി ഉണ്ട് എനിക്ക് എവിടെ പോയാലും എന്റെ മനസ്സും കോൺഷ്യൻസ് എവറിത്തിങ് ടെല്ലിങ് മീ ഹാവ് എ ലവിങ് ഫാദർ അങ്ങനെ ആ ഒരു ഓപ്ഷൻ പലപ്പോഴും ഞാൻ ഇങ്ങനെ തെറ്റിപ്പോകാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഐ ഡോണ്ട് ആക്ച്വലി വോണ്ട് ദാറ്റ്. സോ ആ ഒരു എന്റെ ലിവിങ് ഫോർ ക്രൈസ്റ്റ് ആ ഒരു കാര്യത്തില് എനിക്ക് വളരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഐ വാണ്ട് ടു പ്രേ ഫോർ ഇറ്റ്.